മാസവാടക വെറും 5000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു വലിയ ബംഗ്ലാവ് വാടകയ്ക്ക് കിട്ടിയാൽ എങ്ങനെയിരിക്കും? ഏലിയാസ് എന്നൊരാൾക്ക് അങ്ങനെയൊരു വീട് കിട്ടി. പക്ഷെ അതിന് പിന്നിൽ ഭയപ്പെടുത്തുന്നൊരു രഹസ്യമുണ്ടായിരുന്നു. ആദ്യത്തെ രാത്രി ഏലിയാസ് ഉറങ്ങാൻ കിടന്നപ്പോൾ ഭിത്തിയുടെ പിന്നിൽ നിന്ന് ആരോ ആണിയടിക്കുന്നതും മരം മുറിക്കുന്നതും പോലുള്ള ശബ്ദം കേട്ടു. പേടിയോടെ പുറത്തിറങ്ങി നോക്കിയ ഏലിയാസ് കണ്ടത് ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. തലേ ദിവസം വരെ അവിടെ വെറുമൊരു ഭിത്തിയായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു വലിയ തടിവാതിൽ നിൽക്കുന്നു. ആ വാതിൽ തുറന്നപ്പോൾ കണ്ടത് പുസ്തകങ്ങൾ നിറഞ്ഞൊരു പഴയ ലൈബ്രറിയാണ്. ഒരു രാത്രി കൊണ്ട് ആരും അറിയാതെ ആ മുറി അവിടെ എങ്ങനെ വന്നു? അടുത്ത രാത്രിയിൽ വീണ്ടും ശബ്ദം കേട്ടു. ഇത്തവണ അവിടെ ഒരു കുട്ടികളുടെ മുറിയാണുണ്ടായത്. അവിടെ ഇരുന്ന ഒരു കളിപ്പാട്ടത്തിൽ ലിയോ എന്നെഴുതിയിരുന്നു. അത് വർഷങ്ങൾക്ക് മുൻപ് അവിടെ താമസിച്ചിട്ട് കാണാതായ ഒരാളുടെ പേരായിരുന്നു. പെട്ടെന്ന് ഏലിയാസിന് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും താൻ മറന്നുപോകുന്നു. ഈ വീട് ഇഷ്ടികയോ സിമന്റോ കൊണ്ടല്ല പണിയുന്നത്. അവിടെ താമസിക്കുന്നവരുടെ ഓർമ്മകൾ മോഷ്ടിച്ചാണ് വീട് ഓരോ മുറികളും നിർമ്മിക്കുന്നത്. ഓരോ പുതിയ മുറി ഉണ്ടാകുമ്പോഴും ഏലിയാസിന്റെ ഓരോ ഓർമ്മകൾ വീടിന്റെ ഭാഗമായി മാറി. ഒടുവിൽ ഏലിയാസ് ആ വീടിന്റെ വെറും ഒരു തറയോടായി മാറിപ്പോയി. ഇന്ന് ആ വീടിന് മുന്നിൽ വീണ്ടും ഒരു ബോർഡ് തൂങ്ങിക്കിടപ്പുണ്ട്. വീട് വാടകയ്ക്ക് വെറും 5000 രൂപ. അടുത്ത ഇരയെയും കാത്ത് ആ വീട് അവിടെ ഇരിപ്പുണ്ട്.